മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മോഹിനി പോയതിന് ശേഷം രണ്ടുപേരും അടുക്കളയിലോട്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ മോഹിനി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഭക്ഷണം ആർത്തിയോട് തന്നെ അമ്മയും മോനും കഴിക്കുകയാണ്. അതേസമയം മുത്തശ്ശി പറയുന്നുണ്ട്, എടാ നീ ഇങ്ങനെ ഒരുപാടൊന്നും തിന്നണ്ട, നിനക്ക് എന്തെങ്കിലും തിന്നാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് തീരുന്നതാണ് പിന്നെ അടയാളം എന്നെല്ലാം മുത്തശ്ശി പറയുമ്പോൾ അമ്മയും അങ്ങനെ തന്നെയാണ്, അമ്മയെപ്പോലെ തന്നെയാണ് ഞാനെന്നെല്ലാം പ്രതാപൻ പറയുകയാണ്. അമ്മയും ഒരുപാടൊന്നും കഴിക്കേണ്ട, അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരുമെന്നെല്ലാം പ്രതാപൻ പറയുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, അതൊന്നും സാരമില്ലടാ, അവൾ ഏതെങ്കിലും കുഞ്ഞു പോയ ഹോസ്പിറ്റലിലായിരിക്കുമല്ലോ. അതേസമയം എന്നെയും ആ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അവിടെ വെച്ച് അവളുടെ കുഞ്ഞു പോയതിന് കരയുന്നത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പോയി കാണാമല്ലോ എന്നെല്ലാം മുത്തശ്ശി പറയുന്നുണ്ട്. എടാ ഈ പലഹാരത്തിലെ ഒരു തേനിൻ്റെ ചൊവയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും പ്രതാപം പറയുന്നുണ്ട്, അതെങ്ങനെ വരും അമ്മേ, നമ്മൾ മറ്റേതിലല്ലേ തേച്ച് വെച്ചത്, പിന്നെ ഇതിലെങ്ങനെ വരാനെന്ന പ്രതാപം പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ശരിയാണെന്ന് എനിക്ക് തോന്നിയതായിരിക്കുമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെ ആസ്വദിച്ച് തന്നെ കഴിക്കുകയാണ്. പിന്നീട് മോഹിനി കൊണ്ടുപോയിട്ടുള്ള ഭക്ഷണങ്ങളെല്ലാം വളരെ ആസ്വദിച്ച് തന്നെയാണ് നമ്മുടെ മഹി. അങ്ങനെ മഹിക്കാണെങ്കിൽ വളരെയേറെ ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നിട്ട് അവരെല്ലാവരും അതുപോലെ തന്നെ കഴിക്കുകയാണ്. അതേസമയം മോഹിനി എല്ലാവർക്കും അത് വിളമ്പി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, നിങ്ങളെല്ലാവരും നന്നായിട്ട് തന്നെ കഴിക്കണമെന്ന്. പലഹാരം കഴിക്കാൻ ഒരാൾ കൂടി ഉണ്ടെന്നെല്ലാം പറഞ്ഞുകൊണ്ട് കണ്ണൻ അങ്ങോട്ട് വരികയാണ്. കണ്ണനെ കണ്ടതും എല്ലാവർക്കും വളരെ സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ കണ്ണനെയും കൂടി ഇരുത്തി അവരെല്ലാം കഴിക്കാനായിട്ട് എടുത്ത് കൊടുക്കുകയാണ്. പിന്നീട് കണ്ണൻ പറയുന്നുണ്ട്, എൻ്റെ ശത്രുക്കൾ എൻ്റെ ഭാര്യയും കുഞ്ഞിനെയും കൊല്ലാൻ ശ്രമിക്കുന്നത് എനിക്ക് നേരിട്ട് തന്നെ അറിയാൻ കഴിയുന്നത് അവരുടെ കൂടെ ഞാൻ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് അവരതെന്നോട് പറയണമെങ്കിൽ അവരുടെ കൂടെ തന്നെ ഞാനുണ്ടെന്ന് അവർക്ക് വിശ്വാസമാകണം. അതുകൊണ്ട് അങ്ങനെ തന്നെ പോകട്ടെ കാര്യങ്ങളെന്നെല്ലാം കണ്ണൻ പറയുന്നുണ്ട്. അവർ ആ ഭക്ഷണം കഴിച്ച് കാണോ കണ്ണേട്ടാ എന്ന് കണ്ണനോടായിട്ട് മഹി ആശങ്കപ്പെടുമ്പോഴേക്കും മഹിയോടായിട്ട് കണ്ണൻ പറയുന്നുണ്ട്, അവരവർ ചെയ്തത് അവരവർ തന്നെ അനുഭവിക്കട്ടെ എന്ന് പറയുകയാണ്. പിന്നീട് വിഷം പുരണ്ട ഭക്ഷണം കഴിച്ചതുകൊണ്ട് പ്രതാപനാണെങ്കിൽ ആകെ വല്ലാത്ത അസ്വസ്ഥതയും വയറുവേദനയും നെഞ്ചുവേദനയും എല്ലാം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ വളരെയേറെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന പ്രതാപൻ്റെ അടുത്ത് മുത്തശ്ശിയും വരുന്നുണ്ട്. എന്താണെന്നറിയില്ലടാ, അത് കഴിച്ചതിന് ശേഷം വല്ലാത്തൊരു വയറുവേദന, എന്തൊക്കെയോ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നുണ്ട്, എന്താണെന്നറിയില്ലല്ലോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പ്രതാപൻ്റെ അടുത്ത് ആശങ്കപ്പെടുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, അമ്മയെ എനിക്കും അത് തന്നെയാണ് കുഴപ്പം, ഞാനും ആകെ വല്ലാതെയാണ് ഇരിക്കുന്നതെന്ന് പറയുകയാണ്. അങ്ങനെ അവരാണെങ്കിൽ രണ്ടുപേരും മാറി മാറി ബാത്റൂമിൽ പോവുകയും വല്ലാത്ത ഒരു ബുദ്ധിമുട്ടിലോട്ട് എത്തുകയാണ്. അവർക്ക് ശരീരം കൊണ്ട് തളർന്നു പോവുകയും വല്ലാത്ത ക്ഷീണവുമെല്ലാം രണ്ടുപേർക്കും അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശിയോടായിട്ട് പ്രതാപം പറയുന്നുണ്ട്, എന്താണെന്നറിയില്ലമ്മ, നമ്മളിനി എന്ത് ചെയ്യുമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാൻ ശ്രമിച്ചാലും ഒന്നും നടക്കുന്നില്ലല്ലോ എടാ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയും ആശങ്കപ്പെടുന്നുണ്ട്. പിന്നീട് കണ്ണൻ പറയുന്നുണ്ട്, എന്താണെങ്കിലും അമ്മ പോയതിന് ശേഷം ഞാനും മഹിയും കൂടെ ഒന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങട്ടെ, ഞങ്ങൾ ഒരുപാട് ദിവസമായില്ലേ പുറത്തോട്ടൊക്കെ ഇറങ്ങിയിട്ടെന്ന് പറയുമ്പോഴേക്കും മോഹിനിക്കാണെങ്കിൽ ആകെ ഭയമാകുന്നുണ്ട്. മോഹിനി പറയുന്നുണ്ട്, മോനെ അത് ഈ സമയത്ത് ചെയ്യുന്നത് ശരിയാണോ, ഇങ്ങനെയെല്ലാം നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മളായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കണോ എന്നെല്ലാം മോഹിനി പറയുകയാണ്. അതേ ആശങ്ക തന്നെ ലേഖയ്ക്കും ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ലേഖയോടായിട്ട് അനന്ത് പറയുന്നുണ്ട്, അവൻ ഒരുപാട് ദിവസമായില്ലേ മഹിയുമായിട്ട് ഒന്നിച്ചിരുന്നിട്ട്, അതുകൊണ്ട് അവരൊന്നിച്ച് ഇറങ്ങട്ടേടോ, താനൊന്നും കൊണ്ട് പേടിക്കണ്ട എന്നല്ല ലേഖയോടായിട്ട് അനന്ത് പറയുന്നുണ്ട്. പിന്നീട് കണ്ണനാണെങ്കിൽ പുറത്ത് പോകാനായിട്ട് വലിയ മേക്ക് ഓവറൊക്കെ ചെയ്ത് തന്നെ വരികയാണ്. കണ്ണൻ്റെ ഹെയർ സ്റ്റൈലും എല്ലാം മാറ്റി ഡ്രസ്സിങ്ങിനൊക്കെ ചേഞ്ച് ചെയ്ത് വരുന്നത് കണ്ട് മഹിയും ലേഖയും അനന്തവും എല്ലാം കണ്ട് ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. അന്നേരം ലേഖ പറയുന്നുണ്ട്, ഇപ്പോൾ കണ്ണേട്ടനെ കണ്ട് ഒട്ടും തിരിച്ചറിയില്ല, നല്ല സ്റ്റൈലായിട്ടുണ്ടെന്നെല്ലാം പറയുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ അനന്തവും പറയുന്നുണ്ട്, നേടാ നിന്നെ കണ്ട ഇപ്പോൾ തിരിച്ചറിയില്ല, നീ വളരെ സ്റ്റൈലായിട്ടാണല്ലോ ഒരുങ്ങിയിരിക്കുന്നതെന്നെല്ലാം പറയുകയാണ്. അങ്ങനെ അവർ നല്ല കുശല വർത്തമാനങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ നിന്നും പോകാനായിട്ട് ഒരുങ്ങുകയാണ്. അതേസമയം അനന്ത് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു ഉറപ്പിന് വേണ്ടി ഞങ്ങൾ കൂടെ വരണോ എന്ന് ചോദിക്കുമ്പോഴേക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതിനൊക്കെ ഞാൻ വേറൊരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നല്ല കണ്ണനും പറയുന്നത് കേട്ട് അവരാണെങ്കിൽ ആശ്ചര്യപ്പെട്ട് തന്നെ നിൽക്കുകയാണ്. അങ്ങനെ കണ്ണനും മഹിയും വളരെ സന്തോഷത്തോടു കൂടി തന്നെ കാർ എടുത്ത് പോകാനൊരുങ്ങുകയാണ്. അത് കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് അനന്തവും ലേഖയും. പിന്നീട് മേഘനാഥനെയാണ് കാണിക്കുന്നത്. മേഘനാഥനാണെങ്കിൽ ആകെ വെറി പൂണ്ട് തന്നെ അവിടെ നടക്കുകയാണ്. കാരണം സാഗറിനെ കാണുക, സാഗറിന് നല്ല ഒരെണ്ണം കൊടുക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. അങ്ങനെ സാഗറിനെ അവിടെ വെച്ച് കണ്ടുമുട്ടുകയാണ് മേഘനാഥൻ. അങ്ങനെ സാഗറിനോടായിട്ട് പറയുന്നുണ്ട്, നീ ഒറ്റ ഒരുത്തനാണ് എൻ്റെ ജീവിതം കുളമാക്കിയത്, നീ എൻ്റെ ഭാര്യയെ തട്ടിയെടുത്ത് എന്നിൽ നിന്നും എല്ലാം പറിച്ചെടുത്തത് നീയാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് സാഗറിൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട്. സാഗർ പറയുന്നുണ്ട്, താൻ എന്ത് വർത്തമാനമാണ് പറയുന്നത്, തൻ്റെ ഭാര്യ ഞാൻ തട്ടിയെടുത്തിട്ടൊന്നുമില്ല, സ്വയം ഇഷ്ടപ്രകാരമാണ് അവൾ എൻ്റെ കൂടെ ജീവിക്കാൻ വന്നതും എന്നെല്ലാം പറയുന്നുണ്ട്. എടാ കൈ മാത്രമേ ഒടിഞ്ഞിട്ടുള്ളൂവെങ്കിലും എനിക്ക് ഇത് മതിയടാ നിന്നെ ഞാൻ തല്ലി ചതയ്ക്കാൻ വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് സാഗറിൻ്റെ നേരെ തിരിയുന്നുണ്ട്. അങ്ങനെ സാഗറിൻ്റെ കോളറിൽ പിടിച്ച് സാഗറിനെ തല്ലാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ നല്ലൊരു തള്ളൽ തന്നെ കൊടുക്കുന്നുണ്ട് സാഗറിനെ.
സാഗരം വിട്ടുകൊടുക്കുന്നുമില്ല. സാഗരം നല്ല രീതിക്ക് തന്നെ അങ്ങോട്ട് തിരിച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും മേഘനാഥനാണെങ്കിൽ അതെല്ലാം തടഞ്ഞുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന തോമസ് വൈദ്യനാണെങ്കിൽ ഇവരുടെ വഴക്ക് കാണുന്നുണ്ട്. അങ്ങനെ തോമസ് വൈദ്യൻ പറയുന്നുണ്ട്, ഇവിടെ ഇതൊന്നും നടക്കാൻ പറ്റില്ല, ഇവിടെ നിന്നും ഇറങ്ങിയതിന് ശേഷം തനിക്ക് എന്തും ആവാം എന്ന് പറയുകയാണ്. ഇത് നല്ല രീതിക്ക് തന്നെ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു സ്ഥാപനമാണ്. അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിൽ വെച്ച് ഇതുപോലുള്ള ഗുണ്ടായിസമൊന്നും നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തോമസ് വൈദ്യൻ അവരെ വിലക്കുന്നുണ്ട്. പിന്നീട് കണ്ണനാണെങ്കിൽ അവരുടെ സന്തോഷ നിമിഷങ്ങളെല്ലാം പങ്കിട്ടുകൊണ്ട് തന്നെ കടൽ തീരത്തുകൂടെയെല്ലാം നടക്കുകയാണ്. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.